അങ്ങനെ രാജ്യമാദരിച്ച പത്മഭൂഷൺ ജേതാവും SNDP യോഗം ജനറൽ സെക്രട്ടറിയും സർവാത്മന നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുപ്പവും ആ വാഹനത്തിൽ യാത്ര ചെയ്യുകയും സരസ്വതി കടാക്ഷം നിറഞ്ഞ നാവുകൊണ്ട് മലയാളത്തിൻ്റെയും കേരളത്തിൻ്റെയും മഹിത പാരമ്പര്യം ഉയർത്തുന്ന രീതിയിൽ വളരെ മനോഹരമായി പറഞ്ഞു വെക്കുകയും ഒക്കെ ചെയ്ത വെള്ളാപ്പള്ളി നടേശൻ സാറിനെ SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കിയ ഒരു കോടതി ഉത്തരവുണ്ടാവുകയുണ്ടായി. അത് ഒരു വലിയ കാര്യമൊന്നുമല്ല. ഇനി അതിൻ്റെ മുകളിൽ പോയാൽ ആ അപ്പീൽ സ്റ്റേ ചെയ്യും. പിന്നെ അതിൻ്റെ പുറത്ത് മറ്റു പല കാര്യങ്ങളും ഒക്കെ സാങ്കേതികമായി വന്നേക്കാം. കാരണം അദ്ദേഹത്തെ അയോഗ്യനാക്കിയിരിക്കുന്നത് തുടർച്ചയായി 3 വർഷം വരവ് ചെലവ് കണക്കുകളോ അതിൻ്റെ റിട്ടേൺസ് ഒന്നും സബ്മിറ്റ് ചെയ്യാത്തതുകൊണ്ടും ഡിൻ പോലെയുള്ള കാര്യങ്ങൾ കംപ്ലൈ ചെയ്യാത്തതുകൊണ്ടും ഒക്കെയാണ് ഇപ്പോൾ നടപടി വന്നിരിക്കുന്നത്. ആ നടപടി ഇനി മുകളിലേക്ക് പോയാൽ എങ്ങനെ ചെയ്യണമെന്നും അതിനെന്ത് നിലപാട് സ്വീകരിക്കണമെന്നും ആ രണ്ട് കാലുകളും രണ്ട് പാർട്ടിയിൽ, കേരളത്തിൽ ഭരിക്കുന്ന പാർട്ടിയിലും കേന്ദ്രത്തിൽ ഭരിക്കുന്ന പാർട്ടിയിലും ഒക്കെ ചവിട്ടി നിൽക്കുന്നതുകൊണ്ട് വലിയ മാരകവും ഞെട്ടിപ്പിക്കുന്നതുമായ ഒന്നും വലുതായൊന്നും സംഭവിക്കില്ല. പക്ഷേ അതിൽ രണ്ട് കാര്യങ്ങളാണ് കൗതുകമായിട്ടുള്ളത്. അതിലൊന്നാമത്തെ കാര്യം, ആ വാർത്തയുടെ അടിയിലേക്ക് കമൻ്റ് എഴുതുന്ന എല്ലാ പ്രൊഫൈലുകളിലും എല്ലാ പേജുകളിലുമുള്ള ആളുകൾ അത്രമേൽ ഈ പത്മഭൂഷൺ ലഭിച്ച വെള്ളാപ്പള്ളി നടേശൻ സാറിനെ കേരളം സ്നേഹിക്കുന്നുണ്ട്, ആദരിക്കുന്നുണ്ട്, ഓമനിക്കുന്നുണ്ട്. ഓമേന തിങ്കൾ കിടാവോ എന്ന രീതിയിൽ സ്നേഹിക്കുന്നുണ്ടെന്ന് തോന്നിപ്പിക്കുന്നതാണ് ആ പ്രതികരണങ്ങൾ. സത്യത്തിൽ പ്രതികരണങ്ങൾ ആരും ആസൂത്രിതമായി ഉണ്ടാക്കുന്നതല്ലല്ലോ. കേരളത്തിലെ പൊതുസമൂഹം കാണുമ്പോൾ അതിൻ്റെ അടിയിൽ എഴുതുന്ന കമൻറ്റുകളാണ്. അത് വ്യത്യസ്തമായി ഈ വാർത്തകൾ കണ്ട പേജുകളിലെല്ലാം നിറയെ ഉണ്ട് എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇനി രണ്ടാമത്തെ കാര്യം, മലപ്പുറത്തിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും ഇടപെടലില്ലാതെയാണ് ഇങ്ങനെ ഒരു വിധി വന്നത് എന്നതുകൂടി ശ്രദ്ധേയമാണ്. കാരണം കേസ് കൊടുത്തിരിക്കുന്നവർ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒന്ന് അന്തരിച്ചു പോയ മഹാനായ MK സാനുമാഷാണ്, രണ്ടാമത്തേത് നമ്മുടെ കൊല്ലംകാരനായ ചന്ദ്രസേനൻ വക്കീലാണ്. ഇവർക്ക് രണ്ടുപേർക്കും മലപ്പുറവുമായോ അല്ലെങ്കിൽ മുസ്ലിം ലീഗുമായോ ജമാഅത്ത് ഇസ്ലാമിയുമായോ ഒന്നും ബന്ധമുള്ളവരല്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ മലപ്പുറവുമായും ജമാഅത്ത് ഇസ്ലാമിയുമായും മുസ്ലിം ലീഗുമായും ഒന്നും ബന്ധമില്ലാത്ത രണ്ട് നല്ല ശ്രീനാരായണീയർ കൊടുത്ത ആ കേസിലാണ് കോടതി വിധി പറഞ്ഞിരിക്കുന്നത്. അത് മറികടക്കാനൊക്കെ വെള്ളാപ്പള്ളി നടേശൻ സാറിന് മാർഗങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും ഇങ്ങനെ വന്നത് കണ്ടപ്പോൾ ഞാൻ ഓർത്തു, ഈ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി എല്ലാവരെയും എല്ലാം കണ്ടുപിടിച്ച് മുന്നോട്ട് പോകുന്ന വെള്ളാപ്പള്ളി നടേശൻ സാറ് രാജ്യത്തിൻ്റെ പരമോന്നത ബഹുമതിയായ പത്മഭൂഷൺ ലഭിച്ച വെള്ളാപ്പള്ളി സാറിനെ ഒരു കോടതി അയോഗ്യനാക്കുക എന്നൊക്കെ പറഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ ആദരവ് കൂടി റദ്ദ് ചെയ്യുന്നതല്ലേ എന്ന് ഓർത്തുപോയി. പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ സാറിൻ്റെ കാര്യത്തിൽ ആ റദ്ദൊന്നും ഒരു റദ്ദല്ല.